പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷ യോഗങ്ങളാണ്. ജ്യോതിഷ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ്. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വളരെ നല്ലൊരു യോഗം നാം ചർച്ച ചെയ്തു. 2 പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും 2 ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും തമ്മിലുള്ള കോമ്പിനേഷനുള്ള അസാധ്യ കോമ്പിനേഷനാണ്. ഇനി അടുത്ത യോഗം ആരൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. 3 പാപഗ്രഹങ്ങൾ, 1 ശുഭഗ്രഹം, സൂര്യനും ചൊവ്വയും ശനിയും, ആ ഗ്രഹങ്ങളോടുകൂടി വ്യാഴവും. ഈ 4 ഗ്രഹങ്ങളുടെ യോഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം ശ്ലോകം മനസ്സിലാക്കുക. സ്വാന്മാദോ ഗണമാന്യഃ സിദ്ധാർത്ഥോ ബന്ധുമിത്ര സംയുക്തഃ ഭാനുകുജ ജീവ സൗരൈഃ സംയുക്തേർവ നൃപാഭിമതഃ. ഭാനുകുജ ജീവ സൗരൈഃ, ഭാനു സൂര്യൻ, കുജൻ ചൊവ്വ, ജീവൻ വ്യാഴം, സൗരൈഃ, സൗരഃ സൂര്യപുത്ര, സൂര്യസ്യ അപത്യം പുമാൻ സൗരഃ അല്ലെങ്കിൽ സൗരി എന്ന് നമ്മൾ പറയും. സൗരിയാണ്. ഗണമാന്യഃ, ഗണങ്ങളുടെ ഇടയിൽ, കൂട്ടങ്ങളുടെ ഇടയിൽ, താനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഇടയിൽ മാന്യനായിട്ട് ഭവിക്കും അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനൊരു ദോഷമുണ്ട്. സോന്മാദഃ, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇളകും. ഉന്മാദത്തോടു കൂടിയുള്ള വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ മനോനില അത്ര ഭദ്രമായിരിക്കില്ല. ഇയാൾ കൂട്ടത്തിൻ്റെ ആധിപത്യമുണ്ടാകും. പക്ഷേ ഇദ്ദേഹം എപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മൂഡ് അല്ലെങ്കിൽ മാനസികമായ അവസ്ഥ, ഉന്മാദാവസ്ഥ കൈവരും, പ്രകോപിതനാകും വളരെ പെട്ടെന്ന്. ദിഗ്രഹയോഗത്തിലൊക്കെ തന്നെ ശനിയും ചൊവ്വയും വന്നാൽ ദുഃഖാർത്ഥോ അസത്യസന്ധ സവിതനെ ഭൂമിയെ നിന്ദിത, നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ദോഷം. പെട്ടെന്ന് മാനസികാവസ്ഥ മോശമാവുക, ഡള്ളായി പോവുക, അത് ഉന്മാദമാകുന്ന അവസ്ഥയിലേക്ക് നയിക്കുക, പെട്ടെന്ന് പ്രകോപിതനാകുന്ന അവസ്ഥ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ യോഗമുള്ള വ്യക്തിയെ സൈക്കോളജിക്കലി ഇദ്ദേഹത്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് വയലൻ്റാകും, വളരെയധികം വാശി വരും, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഇയാൾ പ്രയോഗിക്കും, യുദ്ധസന്നദ്ധനാകും, അഭിമാനം, അനാവശ്യമായ ദുരഭിമാനമൊക്കെ വെച്ച് പുലർത്തും ഇദ്ദേഹം. ബന്ധുമിത്ര സംയുക്ത, തൻ്റെ ബന്ധുക്കളും മിത്രങ്ങളുമായി ഇദ്ദേഹം നല്ല രീതിയിൽ സഹവർത്തിത്വം നടത്തും. സിദ്ധാർത്ഥ, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഇയാൾ മിടുക്കനായിരിക്കും. ഇപ്രകാരമുള്ളൊരു ചതുർഗ്രഹ യോഗമാണ്. ആകെ നല്ല യോഗമാണ്, നല്ല ഫലമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നന്നായി ഹീലറെ കണ്ട് ഹീൽ ചെയ്യുക. അതിസമർത്ഥനാണ്, നല്ല ബുദ്ധിയാണ്. പക്ഷേ ഒരു ബാലൻസിലാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. നൂല് പൊട്ടിപ്പോയാൽ വലിയ പ്രശ്നക്കാരനാകും. അത് മാത്രം ശ്രദ്ധിക്കണം. നമസ്തേ.